കൽക്കി 2i98 സിനിമ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാട് കാണലുണ്ട്. അതിൻ്റെ ആ ഒരു ബിഗ് ലെവൽ മേക്കിംഗ് ആയിക്കോട്ടെ, അത് ഡെലിവർ ചെയ്ത ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അമിതാഭ് ബച്ചനും കമൽഹാസനും അടക്കമുള്ള ആക്ടേഴ്സിന് പെർഫോമൻസ് ആയിക്കോട്ടെ, അതേപോലെ ആ ഒരു സൈഫയും പുരാണവും കൂടെ ബ്ലെൻഡ് ചെയ്ത രീതി ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് കൽക്കി ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ കൽക്കി ഡെലിവർ ചെയ്ത ഒരു ബിഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബിഗ്ഗർ ആക്കിയത് എസ്പെഷ്യലി അതിലെ കെമിയോസ് കൊണ്ടാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തുന്ന കെമിയോസ് തൊട്ടിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന കെമിയോസ് വരെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കെമിയോസ് ആയിട്ട് വന്ന ക്യാരക്ടേഴ്സൊക്കെ ഇനി തിരിച്ച് വരുമോ? എസ്പെഷ്യലി ദുൽഖർ സൽമാനും വിജയ് ദേവരക്കൊണ്ടേ വീണ്ടും തിരിച്ചു വരുമോ? ദുൽഖർ ഈ ഒരു യൂണിവേഴ്സിൽ തന്നെ ബിഗ്ഗർ പ്ലെയർ ആയിട്ട് മാറുമെന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന കുറേ റൂമേഴ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. വിജയ് ദേവരക്കൊണ്ട ഈ സിനിമയിലെ ഏറ്റവും ഹൈപ്പുള്ള കെമിയോകളിലൊന്നായിരുന്നു വിജയ് ദേവരക്കൊണ്ടയുടെ അർജുനൻ. ഡയറക്ടർ നാഗേശ്വരൻ്റെ മുൻ സിനിമകളിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുള്ളവരാണ് വിജയ് ദേവരക്കൊണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉറ്റ സുഹൃത്തായ അദ്ദേഹം ഈ റോൾ ചെയ്യാൻ എത്തിയത്. അർജുനനായി എത്തിയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ മഹാഭാരത ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ വരികയാണെങ്കിൽ ദേവരക്കൊണ്ടയുടെ അർജുനനെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. എസ് രാജമൗലി സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഗസ്റ്റ് റോൾസിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഡയറക്ടറാണ് രാജമൗലി എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമകളായ ബാഹുബലി 1ലൂടെയും RRRലൂടെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. കൽക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൈരവമായി പാസ് ഹിസ്റ്ററിയുള്ള ഒരു റൈവൽ ബൗണ്ടി ഹണ്ടറായിട്ടാണ് ഇദ്ദേഹത്തിന് കടന്നു വരവ്. സോ ബാഹുബലിക്ക് വേണ്ടിയിട്ട് പ്രഭാസ് 5 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതിനെ ഫണ്ണായിട്ടുള്ള രീതിയിൽ 5 വർഷം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫൺ ഇൻട്രാക്ഷനൊക്കെ കടന്നു വരുന്നുണ്ട്. തിയേറ്റർ ഒന്നടങ്കം ചിരിപ്പിച്ചൊരു മൊമെൻറ്റ് കൂടിയായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന് ഫ്യൂച്ചർ വരുമോ എന്ന് അറിയത്തില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയാലായി. മിക്കവാറും വരാൻ ചാൻസ് കുറവാണ്. ഈ ഒരു പടത്തിന് വേണ്ടി ജസ്റ്റ് ഒരു ഫൺ ആൻഡ് എക്സൈറ്റിംഗ് കെമിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദുൽഖർ സൽമാൻ നമ്മൾ മലയാളികളെ ഏറ്റവും അധികം കാത്തിരുന്നത് ഈ സിനിമയിൽ ദുൽഖറിൻ്റെ കെമിയോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ്. അതുകൊണ്ട് തന്നെ ആകെ സെക്കൻഡുകൾ മാത്രമാണ് വന്നു പോയെങ്കിലും നമ്മളെല്ലാവരും കെമിയോ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ദുൽഖറിൻ്റെ ക്യാപ്റ്റൻ എന്ന ക്യാരക്ടർ ഈ യൂണിവേഴ്സിൽ ഇനി കണ്ടിന്യൂ എന്നുള്ളത് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഓൾറെഡി ബുജി തന്നെ പറയുന്ന കാര്യമാണ് ആഴ്ചയിൽ ഭൈരവ ഫ്ലാഷ് ബാക്ക് മാറ്റി പറയുന്നത്. സോ റിയലായിട്ട് നടന്ന സംഭവം ഇത് തന്നെയാണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല കൽക്കി ടീം തന്നെ ദുൽഖറിൻ്റെ ക്യാപ്റ്റൻ എന്ന ക്യാരക്ടറിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കെമിയോസിനും അവരങ്ങനെ ഒഫീഷ്യൽ പോസ്റ്റർ റിലീസാക്കിയില്ല. ആദ്യമായിട്ട് റിലീസാക്കിയത് ക്യാപ്റ്റൻ എന്ന ക്യാരക്ടറാണ്. ആൻഡ് കൽക്കി യൂണിവേഴ്സ് എന്ന് പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൽക്കി 2i98 എന്നല്ല മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ മൂവീസിലും ദുൽഖറിൻ്റെ ക്യാപ്റ്റൻ ക്യാരക്ടർ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ശരിക്കും ആരാണ് ഈ ക്യാപ്റ്റൻ ക്യാരക്ടർ? ഇത് അതിരഥനാണോ അതോ പരശുരാമനാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിയറികൾ പറയുന്നുണ്ട്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ദുൽഖറിൻ്റെ ക്യാപ്റ്റൻ എന്ന ക്യാരക്ടറിന് നല്ല സ്റ്റോറി ആർക്ക് തന്നെ കിട്ടുന്നുണ്ട്. ആരോരും ഇല്ലാതെ യുദ്ധക്കാലത്തിനുള്ള ഉപേക്ഷിച്ച് കിടന്ന ഭൈരവ എടുത്തു വളർത്തി എല്ലാം പഠിപ്പിക്കുന്ന ഗാർഡിയനായിട്ട് മാറുന്നത് ക്യാപ്റ്റനാണ്. ഭൈരവ കർണൻ്റെ പുനർജന്മമാണ് നമ്മൾ സിനിമയുടെ അവസാനമാണ് അറിയുന്നത്. ഹിന്ദു പുരാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കർണനെ എടുത്തു വളർത്തുന്ന ക്യാരക്ടറാണ് അതിരഥൻ. ആ ഒരു കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കുന്തി ഭോജരാജാവിൻ്റെ വളർത്തുപുത്രിയെ കുന്തിദേവിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ലഭ്യമായ പ്രസാദമാണ് കർണൻ. ഒരിക്കൽ കുന്തിഭോജന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചത് രാജകുമാരിയായി കുന്തിയായിരുന്നു. സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് 5 വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അവ ഓരോന്നും ഏത് ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നു ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ദേവനിൽ ഒരു മകൻ ജനിക്കും. പ്രായത്തിൻ്റെ പക്വതക്കുറവും ആകാംക്ഷയും കാരണം കുന്തി ഈ മന്ത്രം അപ്പോൾ തന്നെ പരീക്ഷിച്ച് നോക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കുന്തി സൂര്യദേവനെ ആവാഹനം ചെയ്തു. എന്നാൽ സൂര്യനെ കണ്ടു ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആവാഹനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോണമെന്ന് കേണപേക്ഷിച്ചു. സൂര്യദേവൻ ഇത് കേട്ട് കോപിഷ്ഠനാവുകയാണ് ഉണ്ടായത്. ആവാഹനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അതിൻ്റെ ഫലം കൊടും ശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും പറയുന്നു. താൻ കന്യകയാണെന്നും തൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോത്പാദനം ചെയ്തു കൊള്ളാനും അങ്ങനെ ഉണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാൽ കവചകുണ്ടലങ്ങളോട് കൂടിയവനായിരിക്കണമെന്ന് കുന്തി അപേക്ഷിച്ചു. അങ്ങനെയാണ് കർണൻ ജനിക്കുന്നത്. എന്നാൽ വിവാഹം കഴിക്കാത്തതുകൊണ്ട് തന്നെ കർണനെ വളർത്താൻ കുന്തിക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കുന്തി ഉപേക്ഷിച്ച ജന്മനാ കവചകുണ്ടലങ്ങളോട് കൂടിയുള്ള പിഞ്ചു കുഞ്ഞിനെ കുത്തിയൊഴുകുന്ന നദിയിൽ നിന്നും ഹസ്തിനപുരത്തിലെ തേരാളിയായ അതിരഥൻ രക്ഷിച്ചു. അദ്ദേഹവും ഭാര്യയെ രാധയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി. അങ്ങനെ രാധയൻ എന്ന പേരിലും സൂതപുത്രൻ എന്ന പേരിലും കർണൻ അറിയപ്പെട്ടു. സോ ഒരുപക്ഷെ അതിരഥൻ എന്ന ക്യാരക്ടറിൻ്റെ പുനർജന്മമോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആവാം ക്യാപ്റ്റൻ. കാരണം ക്യാപ്റ്റനും ഭൈരവയെ എടുത്തു വളർത്തുന്നതാണ്. ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് ഭൈരവ എടുത്തു വളർത്തി എല്ലാം ട്രെയിൻ ചെയ്യിക്കുന്നത് ക്യാപ്റ്റനാണ്. സോ ഒരുപക്ഷെ അതിരഥൻ്റെ ഒരു പുനർജന്മമോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ ആവാനാണ് ചാൻസ് കൂടുതൽ. എന്നതിൻ്റെ കൂടെ തന്നെ പരശുരാമനാകാം DQ എന്നൊക്കെ ചില തിയറികളും കടന്നു വരുന്നുണ്ട്. പുരാണത്തിൽ കർണനെ ആയോധനങ്ങളിൽ ഇത്രയധികം സമർത്ഥനാക്കുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിൻ്റെ ഗുരുവായ പരശുരാമനാണ്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റനാണ് ഒരുപാട് ഫൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഭൈരവയെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ആ ഒരു ലുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു മുടിയൊക്കെ അടക്കം പരശുരാമൻ്റെ റിസംബിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദുൽഖർ പരശുരാമനാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഭാഗത്തിൽ അദ്ദേഹം ഉണ്ടാകും. കാരണം പരശുരാമൻ ചിരഞ്ജീവികളിൽ ഒരാളാണ്. കലിക്കെതിരെ കൽക്കിക്കൊപ്പം പോരാടാൻ വേണ്ടി ചിരഞ്ജീവികളെല്ലാം ഒരുമിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അശ്വത്ഥാമാവിനെ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു ചിരഞ്ജീവിയാണ് പരശുരാമൻ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ബാറ്റിൽ ഒരുപക്ഷെ പരശുരാമനായി ദുൽഖർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിരഥനാവാനാണ് ഏറ്റവും മെയിൻ ചാൻസ് ഉള്ളതെങ്കിൽ പോലും തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പരശുരാമനെയും കുറച്ചുകൂടെ ബെറ്റർ. കാരണം പരശുരാമനാണ് അതിരഥനെക്കാട്ടിലും വളരെ സുപ്പീരിയറായിട്ട് നിൽക്കുന്ന ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ. സോ വരികയാണെങ്കിൽ പരശുരാമനായിട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം.
മൃണാൾ താക്കൂർ സിനിമയുടെ തുടക്കത്തിൽ കൽക്കിയുടെ അമ്മയാണെന്ന് കരുതപ്പെടുന്ന ആദ്യ യുവതിയായിട്ടാണ് മൃണാൾ പ്രത്യക്ഷപ്പെടുന്നത്. അത്യാവശ്യം ചെറിയ സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും നല്ലൊരു റോളായിരുന്നു. അങ്ങനെ വൈജയന്തി മൂവിസിന് തൊട്ട് മുമ്പുള്ള ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സീതാരാമത്തിലെ പ്രധാന രണ്ട് താരങ്ങൾക്കും ഈ സിനിമയിൽ അത്യാവശ്യം നല്ല കെമിയോ റോൾസ് തന്നെ ലഭിച്ചിട്ടുണ്ട്. റാം ഗോപാൽ വർമ്മ തെലുങ്ക് ബോളിവുഡ് സിനിമാ സംവിധായകനായ റാം ഗോപാൽ വർമ്മയ്ക്കും ഈ സിനിമയിൽ ഒരു കെമിയോ റോൾ ഉണ്ട്. കാശിയിലെ തെരുവുകളിൽ ഒരു ഭക്ഷണ വ്യാപാരിയായി ചിണ്ടുവിൻ്റെ വേഷത്തിലാണ് RJV സിനിമയിൽ വരുന്നത്. വളരെ ചെറിയൊരു സമയം മാത്രമാണ് അദ്ദേഹം വന്നു പോകുന്നത്. ബുജിയാൻ ഭൈരവ സീരീസിൽ ഒരു ചിണ്ടുവിനെ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ യങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. സോ ഇത് രണ്ടും രണ്ട് ക്യാരക്ടറാണോ അതോ ഒരേ ക്യാരക്ടറാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കൃഷ്ണകുമാർ ഒരു മഹാഭാരത കഥയും കൃഷ്ണനില്ലാതെ കംപ്ലീറ്റ് ആകുന്നില്ല. ഈ സിനിമയിൽ വളരെ കുറച്ച് മാത്രമുള്ള കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് തമിഴ് സിനിമാ നടനായ കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യനാണ്. എന്നാൽ കൃഷ്ണന് ഒറിജിനൽ തെലുങ്ക് വേർഷൻ ശബ്ദം നൽകിയിരിക്കുന്നത് അർജുൻ ദാസ് ആണ്. LCUവിലെ അൻപുദാസായി എത്തിയ അതേ അർജുൻ ദാസ് തന്നെയാണിത്. സംഭാഷണങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് മിന്നിമറിയുന്ന കെമ്യൂസിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഭൈരവ കോംപ്ലക്സിൽ ഒളിച്ച് കിടക്കുന്ന പാർട്ടി സോങ്ങിലാണ് ഈ കെമ്യൂസ് ഒക്കെ ഉള്ളത്. സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ സന്തോഷ് നാരായണനും നാഗശ്വിൻ്റെ അടുത്ത സുഹൃത്തും നാഗശ്വിൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ജതിരത്നല്ലു സിനിമയുടെ സംവിധായകനുമായ KV അനുദീപും അതേപോലെ ജതിരത്നല്ലു സിനിമയിലെ നായികയായ ഫരിയും ഈ പാട്ട് സീക്വൻസിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് കൽക്കി 2988 സിനിമയിലെ കെമ്യൂസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ. എന്തെങ്കിലും കെമ്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ ഈ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വിജയ് ദേവരക്കൊണ്ടയും ദുൽഖറും മാത്രമാണ് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളത്. അടുത്ത മൂവിയിൽ അവരും കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കൽക്കിയെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് കൽക്കിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് കെ ഫനാറ്റിക്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതുവരെ നിങ്ങൾ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ആവുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നതായിരിക്കും. ദിസ് ഇസ് രഞ്ജൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.